Hello guys, welcome back to our Punya Vlogs. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പയ്യന്നൂർ സ്റ്റുഡിയോയിൽ പോയ കാലം സർപ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ, ആ സർപ്രൈസ് ഞാനിപ്പോൾ പൊളിക്കാൻ പോവുകയാണ് ഗൈസ്. അത് വേറെ ഒന്നുമല്ല, ഈ വരുന്ന 14-ാം തീയതി എൻ്റെ ഇസാബേബിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ബർത്ത്ഡേ ആണ്, അപ്പം എല്ലാവരും വിഷാക്കാൻ മറക്കണ്ട. അത് കൂടാണ്ട് ഈ വരുന്ന 20-ാം തീയതി, അതായത് ഒക്ടോബർ 20, അന്ന് നമ്മുടെ ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ. 3ാമത്തെ ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇസാബേബിൻ്റെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ് കളക്ഷൻസ് വേണ്ടിയിട്ടാണ് നമ്മൾ പയ്യന്നൂർ സ്റ്റുഡിയോയിലൊക്കെ ഇട്ടത്. പക്ഷെ അവിടുന്ന് എനക്കും ആട്ടിനും കിട്ടിനി, പക്ഷെ ഇസാബേബിക്ക് വേണ്ട കളക്ഷൻ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. അവിടുത്തെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് നമ്മൾ നേരെ വന്നത് നമ്മളെ കാഞ്ഞങ്ങാട് തന്നെ എപ്പോഴും പോകുന്ന സ്ഥലത്ത് തന്നെയാണ് ബട്ടർഫ്ലൈയിൽ. ഓൺലൈനിൽ എടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ എന്തോ ദിവസം നീണ്ടു പോയിട്ട് ലാസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടാ. അങ്ങനെ നമ്മളൊന്നും നോക്കിയില്ല. ഷൂട്ടിന്റെ തലേന്നാണ് നമ്മൾ പോകുന്നത്. നേരെ ബട്ടർഫ്ലൈയിലേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് വേണ്ട ഡ്രസ്സെല്ലാം നമ്മൾ വിചാരിച്ച ടൈപ്പ് ഷൂ ബട്ടർഫ്ലൈയിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളൊരു 100 ഷോപ്പിൽ കയറിയിട്ടുണ്ടാവും, എവിടെയും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാത്തത് കാരണം ഇസാബേബിക്ക് ഓൾറെഡി 3-4 ഷൂ ഉണ്ട്. അതിനേതെങ്കിലും ഒന്ന് എടുത്ത് അഡ്ജസ്റ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഷൂ എടുക്കാണ്ട് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഇസാബേബി എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ ഉറങ്ങുന്നു. ആ കാറ്റും കൊണ്ട് ഇസാബേബി ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ നേരെ വിട്ടത് ഏട്ടന് ഷൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനക്കും എടുക്കണം എന്നുണ്ടായിനി, പക്ഷെ എനക്കൊരു ഷൂ ഉണ്ട്. പിന്നെ ഞാൻ വെറുതെ എന്തിനും എടുത്തിട്ട് എപ്പെങ്കിലല്ലേ ഷൂ ഇടുന്നത്, വെറുതെ എടുത്ത് വേസ്റ്റ് ആക്കാണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഉള്ള ഷൂ തന്നെ അഡ്ജസ്റ്റ് ആക്കാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ലേ 100 ഷോപ്പിൽ കയറിയെങ്കിൽ അതിൽ ഷോപ്പാണ് ഇത്. ഇവിടുന്ന് നമുക്ക് ഷൂ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് നോക്കി, പക്ഷെ ഫ്രോക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാണുന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ ഇസാബേബിക്ക് ഇട്ടുകൊടുത്തു കേട്ടോ. ഇവക്കാണെങ്കിൽ വാശിയും ഉണ്ട്, ഇട്ടുകൊടുത്താൽ പിന്നെ ഊരാൻ വിടൂല. അങ്ങനെ അവളത് ഊരി കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആ കരയാൻ തുടങ്ങി. അപ്പൊ പിന്നെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു ടീഷർട്ടും പാന്റാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. പിന്നെ നമ്മൾ പോയത് കിഡ്സ് ഷോപ്പിലാണ്, അവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നാണെങ്കിൽ വിശന്നിട്ട് പണ്ടാറളകി. അങ്ങനെ നമ്മൾ മജ്ലീസിലേക്ക് വിട്ടു. അങ്ങനെ കറക്റ്റ് തിന്നേണ്ട സമയമാവാനാകുമ്പോഴത്തേക്ക് ഇവരും വന്നു. വന്നതല്ല, നമ്മൾ വേണമെങ്കിൽ വരുത്തിച്ചതെന്ന് പറയാം. ഈ റെസ്റ്റോറന്റിലെല്ലാം വന്നാല് ഇസാബേബി ആദ്യം ചോദിക്കുന്നത് ഈ ബേബി ചെയറാണ്. അവർക്ക് ഇതിലിരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ പോയപ്പോഴെ അവര് ബലൂണ് കൊടുത്തു കേട്ടോ. ബലൂണ് കിട്ടിയതിന് ശേഷം അവള് ഹാപ്പി ആയേ. അങ്ങനെ എപ്പോഴും ഓർഡർ ആക്കുന്ന പോലെ നമ്മൾ അൽഫാം പെരി മന്തിയാണ്. ഈ മന്തി തിന്ന് മന്തി പ്രേമി ആയിട്ടോ. സത്യം പറഞ്ഞാൽ ഫുഡ് വന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ഫോട്ടോയും വീഡിയോസ് എടുക്കുമ്പോൾ ഇവരവിടെ തിന്നാൻ വേണ്ടിട്ട് കാത്തുക്കുന്നതാണ് കേട്ടോ. കൂടാണ്ട് ഇസാബേബിക്ക് നമ്മൾ റൈസ് മാത്രം പിന്നെ കുറച്ച് ചിക്കനാണ് കൊടുക്കല്. പുറത്ത് വന്നാൽ ഇവളെപ്പോഴും തിന്നുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ഇതുപോലെ ഇവള് വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നല്ല വൃത്തിയിൽ തിന്നുന്നുണ്ടെങ്കിൽ എന്തൊരു ഭാഗ്യം. പക്ഷെ വീട്ടിൽ നിന്ന് വാരിക്കൊടുത്താലും അവള് തിന്നൂല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഈസി ബൈയിലാണ്. പിന്നെ ഇവിടെ എൻ്റെ അനിയനും. നമ്മൾ വിചാരിച്ച മോഡൽ ഷൂ എന്തായാലും ഇവിടുന്ന് കിട്ടൂലെന്ന് ഉറപ്പുണ്ട്. എന്തായാലും എല്ലാ ഷോപ്പിലും കയറുന്നുണ്ട്. അങ്ങനെ കയറിയതാണ്. ഒന്നും എടുക്കണ്ടെന്നുള്ള പ്ലാനിങ്ങിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈസി ബൈയിലോട്ട് കയറിയത്. പക്ഷെ ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് എല്ലാം ഓഫർ ഇട്ട് കാണുമ്പോൾ നമ്മൾ അതിൽ എടുത്തു. ഇസാബേബിക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് എല്ലാം ഷോർട്ടായി പോയോണ്ട് അന്നേ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിനി. അപ്പം ഓഫർ ഇട്ടത് കാണുമ്പോൾ എന്തായാലും എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് ഇസാബേബിക്ക് വേണ്ട ഡ്രസ്സെല്ലാം നമ്മൾ അവിടെ നിന്ന് സാധാരണ നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് വന്നാൽ ഞാൻ എനക്ക് വേണ്ട ഡ്രസ്സും പ്രൊഡക്ട്സും മാത്രമാണ് നോക്കല്. ഒരു അമ്മയായപ്പോൾ എനക്ക് വന്ന ചേഞ്ച് കണ്ടില്ലേ. എനക്ക് മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇവരുടെ ഈ കുഞ്ഞു സന്തോഷം തന്നെയാണല്ലോ നമ്മുടെ സന്തോഷം കൂടി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.